CPIM നേതൃത്വവുമായുള്ള അകൽച്ചക്കിടെ നിലപാട് വിശദീകരിക്കാൻ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ ജി സുധാകരൻ നാളെ വാർത്താ സമ്മേളനത്തിൽ നിലപാട് വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയും. നേരത്തെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും പിന്നീട് അത് വേണ്ടെന്ന് വെക്കുന്നതല്ല, തൽക്കാലമില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകരുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. അശ്വിൻ പാലാഴി വിവരങ്ങൾ വെച്ചിരുന്നു. അശ്വിൻ, പെരുമ്പളം പാലം ഉദ്ഘാടനം, അതിന്റെ ലൈവ് ലിങ്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇടൽ, ഇട്ടതിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് അത് എടുത്ത് മാറ്റൽ, അങ്ങനെ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ സമവായത്തിന് വഴിപ്പെട്ടിട്ടില്ല ജി സുധാകരൻ എന്നാണ് പുറത്തുവരുന്ന വാർത്ത. അതുകൊണ്ട് നാളെ വിളിക്കുന്ന വാർത്താ സമ്മേളനം അതിനിർണായകമാണ്. അശ്വിൻ, തീർച്ചയായും ഇക്കാലം അത്രയും ഒരു പ്രതികരണത്തിനും ജി സുധാകരൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു മനമാറ്റം. അദ്ദേഹം ഒരു മനസ്സ് പാകപ്പെടുത്തിയ ശേഷം മറ്റാരോടും പ്രത്യേകിച്ച് നിലപാടുകളൊന്നും പറയാതെ കൃത്യമായ സമയത്ത് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. നാളെ രാവിലെയോടുകൂടി വാർത്താ സമ്മേളനം നടത്തും എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ വ്യക്തമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ, വാർത്താ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങളിൽ മാധ്യമപ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഇന്നിപ്പോൾ ഇതാ തുടങ്ങിയിരിക്കുന്നു. അതിൽ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരെ എല്ലാം ചേർത്തിട്ടുണ്ട്. അതായത് സുധാകരന്റെ ഇനിയുള്ള നീക്കങ്ങളെല്ലാം ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളെ അറിയിക്കാനാണ് തീരുമാനം. അതിന് പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നത് നാളെ വ്യക്തമാക്കും എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ഒപ്പം അതിന്റെ ഭാഗമായി UDF അവിടെ പിന്തുണ നൽകുമെന്നും അടക്കമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അഭ്യൂഹങ്ങളായി പരന്നിരുന്നു. അത് അഭ്യൂഹത്തിനപ്പുറത്തേക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക് നാളെ അദ്ദേഹം തന്നെ കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവഗണനയടക്കം അദ്ദേഹം പരാതിയായി പറഞ്ഞിരുന്നു. പാർട്ടി അവഗണിച്ചതടക്കമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത്. അതിന് പിന്നാലെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും അനുനയ നീക്കവുമായി ജി സുധാകരനെ ബന്ധപ്പെട്ടെങ്കിലും ഒന്നിനും അനുനയപ്പെടാതെ, ഒന്നിനും ഒരു നിലപാടിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാതെ അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിന്റെ ഏറ്റവും അവസാനം ഇതാ ഒരു പൊട്ടിത്തെറി കണക്കെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പല കാര്യങ്ങളും അദ്ദേഹം പറയാനുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിക്കുമ്പോഴെല്ലാം പറയുന്നുണ്ടായിരുന്നു. അത് പാർട്ടിയോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ്, പാർട്ടി നേതാക്കളിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെല്ലാം വളരെ ചുരുങ്ങിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുക്കിയാണ് അദ്ദേഹം അവസാനിപ്പിച്ചിരുന്നത്. അതിന്റെയൊക്കെ ഒരു വിശദമായ ദർശനമായിരിക്കും നാളത്തെ വാർത്താ സമ്മേളനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നാളത്തെ വാർത്താ സമ്മേളനം നിർണായകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ, മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം അതിന്റെ പ്രഖ്യാപനത്തിന് ഇരിക്കെ അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്രനാകുമോ, UDF പിന്തുണ തേടുമോ എന്നടക്കമുള്ള നിർണായക ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. അതിനൊക്കെ ഉത്തരം കിട്ടാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത പാർട്ടി സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹം അവരുമായി ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത പാർട്ടി സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അദ്ദേഹം ആശയവിനിമയം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് നാളത്തെ വാർത്താ സമ്മേളനം. എന്തായാലും ഈ വാർത്താ സമ്മേളനം വിലക്കാനോ അവസാന നിമിഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുനയത്തിലേക്കോ പാർട്ടി നേതാക്കൾ കടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ ഇനി ആ ഒരു അനുനയം വേണ്ട എന്ന തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ CPIM എടുത്തിരുന്നു. ഒരു തരത്തിലുള്ള അനുനയ നീക്കവും ഇനി വേണ്ട എന്നുള്ള കാര്യം അദ്ദേഹം പാർട്ടി നേതൃത്വം തന്നെ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ വളരെ ക്ലോസ് റേഞ്ചിൽ പാർട്ടി നിരീക്ഷിക്കുന്നുണ്ട്. ഓഫീസിന്, അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് പാർട്ടി നിരീക്ഷണമുണ്ട്. ബ്രാഞ്ച്, ഏറ്റവും താഴേക്കടയിലുള്ള ബ്രാഞ്ച് തലത്തിലുള്ള ആളുകൾ എന്താണ്, ആരൊക്കെയാണ് സുധാകരനെ കാണാൻ എത്തുന്നത്, അദ്ദേഹം പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു നിരീക്ഷണം കൂടി ജി സുധാകരന്റെ വീടിന് പരിസരത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ സുധാകരനെ 360 ഡിഗ്രിയിൽ പാർട്ടി ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് പാർട്ടിയെ അങ്കലാപ്പിലാക്കുന്നത്. കാരണം അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിച്ചാൽ സലാമിന്റെ അടക്കം എതിരെ അദ്ദേഹം നേരത്തെ പറഞ്ഞ നിലപാടുകൾ അത് രൂക്ഷമായി പറയുകയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. എന്തായാലും പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നത് സുധാകരന്റെ നിലപാട് പ്രഖ്യാപനത്തിന് പിന്നാലെ വ്യക്തമാകും. അശ്വിൻ. ഓക്കെ, ജി സുധാകരൻ ഇപ്പോഴും അല്ല അശ്വിൻ, ഇതിൽ ഈ ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ CPMന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. ഞങ്ങളുടെ പന്തളം കോളേജിലെ ആദ്യ രക്തസാക്ഷി സഖാവ് ഭുവനന്റെ സഹോദരനാണ്, രക്തസാക്ഷി കുടുംബത്തിലെ അംഗമാണ്, ഇന്റഗ്രിറ്റിയുള്ള രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് നീക്കം നിരീക്ഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനെയൊക്കെ വീടിനകത്ത് ഇടുക എന്ന് പറയുന്നത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരമാണെങ്കിൽ കഷ്ടമാണ് അശ്വിൻ. ഓക്കെ, അത് കഷ്ടമാണ്, അങ്ങനെ ചെയ്തുകൂടാ കാര്യം. എന്തായാലും ജി സുധാകരൻ നാളെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോവാണ്. എന്താണ് കാര്യം എന്ന കാര്യം അറിയില്ല. ഇപ്പോഴും
CPM ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ചക്കുറവിന്റെ ഏതെങ്കിലും സൂചന ജി സുജാതന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. സുജാത അടക്കമുള്ളവർ പോയി കണ്ട ദീർഘനേരം സംസാരിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറി തന്നെ കളിയാക്കി ചിരിച്ച അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇപ്പോഴും ഒരു മഞ്ഞുരുക്കത്തിന്റെ സൂചന ഇതുവരെ കാണാനില്ല. നാളെ സുധാകരൻ എന്തു പറയുന്നു എന്ന് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.